ദൈവതിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. പീഡാസഹന വാരത്തിലെ 2026 ചൊവ്വാഴ്ച പ്രഭാതത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവമക്കളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വേദഭാഗം നമ്മുടെ കർത്താവ് കുരിശും വഹിച്ചുകൊണ്ട് വീഴുന്ന ഒരു ഭാഗത്തേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. കല്ലുകൾ നിറഞ്ഞ വഴി, ഭാരമുള്ള കുരിശ്, ക്ഷീണിച്ച് തളർന്ന ശരീരം, വിറയ്ക്കുന്ന കാലുകളും അവിടുന്ന് മുഖം കുത്തി നിലത്ത് വീഴുന്ന കാഴ്ച. ശരീരമാകെ രക്തമൊലിക്കുന്നു. യഹൂദന്മാർ അവിടുത്തെ പരിഹസിക്കുന്നു. പട്ടാളക്കാർ അടിക്കുകയും ജനക്കൂട്ടം ആർപ്പ് വിളിക്കുകയും, എന്നാൽ അവിടെ നിന്നൊന്നും മിണ്ടുന്നില്ല. ഒരു വചനം നമുക്കിങ്ങനെ ഓർക്കാം: ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കെണികൾ വെച്ചു. ഞാൻ വലത്തോക്കി തിരിഞ്ഞു നോക്കി, എന്നെ അറിയുന്നവർ ആരുമില്ല. ഓടിയൊളിക്കുവാൻ ഇടമില്ല, എന്നെ രക്ഷിക്കുവാൻ ആരുമില്ല. ഒരു വചനം കൂടി ഓർക്കാം: അവിടുന്ന് നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്നു. നമുക്ക് വേണ്ടി അവിടുന്ന് സഹിച്ചു. നമുക്ക് ധ്യാനിക്കാം: കർത്താവേ, ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും കുരിശോടുകൂടെ നമ്മളും വീണു പോകാറില്ലേ? മറ്റുള്ളവർ അതുകണ്ട് നമ്മെ പരിഹസിക്കുകയും അങ്ങനെ നമ്മുടെ വേദന പലപ്പോഴും വർദ്ധിക്കുകയും ചെയ്യാറില്ലേ? കർത്താവേ, എനിക്ക് വീഴ്ചയുണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കുരിശ് വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ ദൈവമേ, അവിടെ നിന്ന് എന്നെ സഹായിക്കണമേ. ഒരു വചനം നമുക്കിപ്പോൾ ചേർന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 5-ാം തിരുവചനം: നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ദൈവമക്കളെ, യേശുമിശിഹായുടെ തിരുമുറിവുകളിലാണ് നമുക്ക് സൗഖ്യം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും യേശുമിശിഹായുടെ തിരുമുറിവുകളിലേക്ക് സമർപ്പിക്കാം. ഒരുപക്ഷെ സാമ്പത്തിക തകർച്ചയാവാം, ഒരുപക്ഷെ നിന്ദനങ്ങളും പരിഹാസങ്ങളും ആവാം, പരാജയങ്ങളും ജീവിതം മേൽഗതിയില്ലാതെ ഇരട്ടി തപ്പിത്തടയുന്ന അവസ്ഥകളാവാം. എന്തു തന്നെയായിരുന്നാലും യേശുമിശിഹായുടെ തിരുമുറിവുകളിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവെ വഴി നടത്തണമെന്ന് ഈ പ്രഭാതത്തെ പ്രാർത്ഥിച്ചുകൊണ്ട്, തിരുമുറിവുകളിൽ നമ്മളെ സമർപ്പിച്ചുകൊണ്ട്, തിരുരക്തത്താൽ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളെയും കഴുകി വിശദീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ പീഡാസഹന വാരത്തിൽ പ്രാർത്ഥനാശംസകൾ നേർന്നുകൊണ്ട് പുത്തൂർ കുടിലിൽ ജയ്മോനച്ചൻ.